everyone, welcome back to your quarantine teacher. In this video, വരുന്നതിന്റെ പുറകിൽ ഒരു കുട്ടിയാണ് റീസൺ. ആ കുട്ടിയുടെ ഒരു മെസ്സേജ് ഇന്ന് രാവിലെ ഞാൻ കേട്ടിട്ടുണ്ടായി. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ആ കുട്ടി +2 പഠിച്ചിറങ്ങുന്ന സമയത്ത് 98% ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് ജോയിൻ ചെയ്തു. എൻട്രൻസിന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് 13 മുതൽ 15 മണിക്കൂർ വരെ ആ കുട്ടി പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നതിൽ മാർക്ക് കിട്ടുന്നില്ല, പഠിക്കാനായിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വളരെയധികം ഒരു സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്പെൻഡ് ചെയ്യാനും ആ കുട്ടിക്ക് പറ്റുന്നില്ല എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ പ്രൊഫഷനെ പറ്റിയിട്ട് സ്വപ്നം കാണുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുട്ടി പറയുന്ന ഓരോ വാക്കുകൾ എനിക്ക് കേൾക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇന്ന് ഈ ഒരു നീറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അതൊരു എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്ത് പോകേണ്ടതെന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആ എക്സാമിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കാം. ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ അടി കപ്പിയേറിയ കൂട്ടമണി സിനിമയില്. അതിനകത്ത് ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആ ഹോസ്റ്റലിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഒക്കെ കൂടെ നമ്മുടെ ബെഞ്ചിൽ ഇങ്ങനെ നോക്കിയിട്ട് ബെഞ്ചിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനും അതിന്റെ ഫുൾ ഇങ്ങനെ വരുന്ന എത്ര പേർക്ക് ഓർക്കുന്നുണ്ട് എനിക്കറിയില്ല. എനിക്ക് മൊത്തം ഹോസ്റ്റലിന്റെയും ഒരു ബ്ലൂ പ്രിന്റ് വേണം. ബ്ലൂ ബട്ട് എനിക്കതാണ് ഓർമ്മ വരുന്നത്. സോ അവരെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർക്ക് ആ ഹോസ്റ്റലിന്റെ മൊത്തത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇരിപ്പ് വശം എന്നുള്ളൊരു 3D പിക്ചർ അവർ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയത്. അതായത് എവിടെയൊക്കെ ഏതൊക്കെ വഴി പുറത്തോട്ട് ഇറങ്ങാം, ഏതൊക്കെ വഴി പോയി കഴിഞ്ഞാൽ എവിടെ എത്തും, അല്ലെങ്കിൽ ഏതൊക്കെ കോർണേഴ്സുകൾ, ഏതൊക്കെ വിൻഡോസുകൾ, ഏതൊക്കെ ഡോറുകൾ, ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാം എന്നുള്ള കാര്യങ്ങൾ അവർ ഫൈനലി അവർക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി എടുക്കുന്നത്. സോ ദാറ്റ് അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റണം. അവർക്ക് എവിടെ കൂടെ പോയാൽ എവിടെ എത്തും എന്നുള്ള ഒരു വ്യക്തത അവർക്ക് ആദ്യമേ ആ ഒരു ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്ട്സുകളാണുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമ്മളിപ്പോൾ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അറിയാം അല്ലേ. ഇപ്പം എത്ര മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഒരു പാറ്റേൺ ചേഞ്ചും എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷെ നമ്മുടെ ആ ഒരു സിലബസിന്റെ പ്രശ്നമാണ് എപ്പോഴും ഇപ്പം ഒരു രീതിയിൽ നിൽക്കാറുള്ളത്. പക്ഷെ ആ ഒരു സിലബസിനെ പറ്റി ഞാൻ ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഓവറോൾ സിലബസിനെ പറ്റിയിട്ട് നമുക്കൊരു വ്യക്തതയുണ്ട്. ചെറിയ ചെറിയ പോർഷൻസുകൾ വരുമ്പോഴത്തേനുമാണ് നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻസ് വരുന്നത്. NCERT ചേഞ്ച് വന്നത് കാരണം, അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തരാത്തത് കാരണമുള്ളൊരു പ്രശ്നം വന്നിരിക്കുന്നത്. പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. കാരണം അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബ്ലൂ പ്രിന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അടികപ്പിയേറിയ കൂട്ടുമണി സിനിമ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലേ, ആ സിനിമയുടെ ബാക്കി തന്നെ ഞാൻ പറയാം. അതിന് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയതിനു ശേഷം അവരെന്താണ് അടുത്ത് ചിന്തിച്ചത്, എന്നത്തെ ദിവസം നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ വഴിയിലാണ് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളത്, അവിടെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കലായിരുന്നു. സോ നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിന് കുറച്ച് കൂടുതൽ ടൈം കൊടുക്കാം. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ്. നമ്മൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം പല കുട്ടികൾക്കും ബയോളജി സിമ്പിൾ ആയിട്ട് അവർ ചിന്തിക്കും. ആ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുന്നത് കാരണം അവർക്ക് അറിയായിരിക്കും. ഞാൻ അത് എതിരൊന്നും പറയില്ല. കാരണം ബയോളജി കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ, ഒരു എക്സാമിന്റെ സമയം ആകുമ്പോഴത്തേനും, എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലാക്ക് ഓഫ് റിവിഷൻ കാരണം നമ്മൾ ആ ഒരു ബയോളജിനെ ഒന്ന് ജസ്റ്റ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്നത് കാരണം നമുക്ക് ചില നമുക്കറിയാം, ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും അറിയാം ഇന്ന പേജിൽ ഇന്ന സൈഡിൽ എവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളത് വരെ അറിയാം. പക്ഷെ അതിന്റെ ആൻസർ മറന്നിട്ടുണ്ടാവും, കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം കുറച്ച് മെസ്സേജുകൾ ഉണ്ടായി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും ബയോളജിനെ സിമ്പിളായിട്ട് കാണരുത്. ഞാൻ ബയോളജിനെ പറയുന്നതല്ല, പക്ഷെ ഞാൻ പറയുന്നതാണ് ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീക്ക് സബ്ജക്ട്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സ്ട്രോങ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സബ്ജക്ട്സിനും കുറച്ച് സമയം അലോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക തഴഞ്ഞങ്ങോട്ട് ഇടരുത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സിന്റെ ബയോളജി ടൈം ടേബിൾ ആണ്. നമ്മൾ +1 +2 ഓരോ ടൈം ടേബിൾ ഞാൻ ഓരോ മന്ത്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിക്ക് ഞാനൊരു ടൈം ടേബിൾ എല്ലാ മാസവും ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മളൊരു 5 റിവിഷൻ സൈക്കിൾ തന്നെ നമ്മൾ നടത്താറുണ്ട് അല്ലേ? നിങ്ങൾക്ക് പലർക്കും അറിയാം NCERT ബേസിസിലാണ് റിവിഷൻ ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോൾ ഞാൻ ശരിക്കും എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാനിപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ 3 ദിവസമാണ് ഇട്ടിരിക്കുന്നത്. ആ 3 ദിവസം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ നിങ്ങളുടെ NCERT വായിക്കാനും UBR ക്ലാസ്സിനോടൊപ്പം ഹൈലൈറ്റ്സുകൾ അതിൻ്റെ നിമോണിക്സുകൾ റിവൈസ് ചെയ്യാനും പ്ലസ് PYQs ചെയ്യാനും MCQs ചെയ്യാനുമാണ് ഞാൻ പറയാറുള്ളത്. 3 ദിവസമാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് ഞാൻ തരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെയല്ല ഞാൻ തരുന്നത്, അതിന് ഓരോന്നിനും വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം ഓരോ ചാപ്റ്റേഴ്സിന്, അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ ചാപ്റ്റേഴ്സിന് നിങ്ങൾ ടൈം അല്ലെങ്കിൽ ദിവസം അലോട്ട് ചെയ്യാനായിട്ട്. അതിനെ പിന്നെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബയോളജി എടുക്കുവാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് 5 പേജ് ഉണ്ടെങ്കിൽ അതിൽ 3 പേജ് ഇന്ന ദിവസം, അല്ലെങ്കിൽ 4 പേജ് ഇന്ന ദിവസം, അല്ലെങ്കിൽ 5 പേജ് ആദ്യത്തെ ദിവസം പഠിച്ചിട്ട് രണ്ടാമത്തെ ദിവസം MCQs ചെയ്യുന്നു. അങ്ങനെ എങ്ങനെ വേണോ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഓരോ ദിവസത്തേക്കും ടാർഗറ്റ്സ് കൊടുക്കുന്നതിലോട് ഓക്കെ ഇങ്ങനെ ആയിരുന്നു പഠിക്കേണ്ടിയിരുന്നത് എന്നുള്ള, ഞാനിപ്പോൾ ഈ പറയുന്ന ടൈം ടേബിൾ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാൻ ആളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒരാളുണ്ടാകുമ്പോഴത്തേനും ഓക്കെ ഇത് ഇങ്ങനെ ആയിരുന്നു പഠിക്കേണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ നിമോണിക്സുകൾ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റുകൾ ഇങ്ങനെയായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ചാപ്റ്റേഴ്സുകളെല്ലാം കുറച്ച് മിക്സ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഈസി ഒരു കൈൻഡ് ഓഫ് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിക്കാണ് ഈ ഒരു ടൈം ടേബിൾ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഓർഡറിലാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സെക്കൻഡ് സൈക്കിളാണ് നടക്കുന്നത്. അതും ഒരു +1ന്റെ ഒരു ഓർഡറിലായിരുന്നു, ചാപ്റ്റേഴ്സിന്റെ NCERT ഓർഡറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പയ്യെ അതൊരു മിക്സ് വേർഷനിലോട്ട് നമ്മൾ പോകും. കാരണം നമ്മൾ ഒരു ചാപ്റ്ററിനെ കറക്റ്റ് അത് ഓർഡറിൽ പഠിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു വന്നു. ഇനി നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ പോകുന്നത്. സോ ടൈം ടേബിളിനെ പറ്റിയിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ടൈം ടേബിൾ ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാമിനകത്താണെങ്കിലും അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഞാൻ ഒരു PDF തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു +2ന്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ കൂടെ ആ ടൈം ടേബിൾ അനുസരിച്ച് NCERT പഠിച്ചു പോകാം. അത് കഴിയുമ്പോൾ 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു എക്സാം ഉണ്ടാവും. ആ എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം മാത്രമായിട്ടാണ് നമ്മളത് കാണേണ്ടത്. അത് വെച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇത്തവണ ആഡ് ചെയ്തു. സാധാരണ ഞാനൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ UBR ക്ലാസ് കണ്ടോ, ക്ലാസ്സിലെ ഹൈലൈറ്റ്സുകൾ, നിമോണിക്സുകൾ, കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടോ, അത് NCERT നോക്കിയിട്ടുണ്ടോ, ആ NCERT കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് PYQs ചെയ്തിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട്സുകളാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കാറുള്ളൂ. കാരണം ഇതാണ് ഫസ്റ്റ് ബേസിക്സ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ ടൈം ടേബിളിൽ ഒരു കാര്യം കൂടെ ആലോചിച്ചു. എന്തുകൊണ്ട് +2-ലെ നമ്മുടെ ഈ ഓരോ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം +2-ലെ ഓരോ ചാപ്റ്റേഴ്സിന്റെ PYQs കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഡേ തന്നെ മാറ്റി വെച്ചുകൂടാന്ന് ആലോചിച്ചുകൊണ്ട് ടൈം ടേബിളിൽ ഞാൻ അങ്ങനെ ഒരു ഡേ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് +2-ന്റെ PYQs ചെയ്യാം. സോ ദാറ്റ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനോട്ട് എത്തുമ്പോഴത്തേനും നിങ്ങളുടെ PYQs എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം. നിങ്ങളെ മറ്റേതൊരു കുട്ടികളെക്കാളും മുന്നിൽ നിങ്ങളുടെ PYQs കൊണ്ട് ആ PYQs-ന്റെ ആ ഒരു ടോപ്പിക്കിന്റെ ഇൻഫോർമേഷൻസും നോളജും കൊണ്ട് നിങ്ങൾ മുന്നിലെത്തണം. ഓക്കെ, നമ്മുടെ കൺസിസ്റ്റൻസിക്ക് നമുക്ക് എന്തായിരുന്നാലും നമുക്കൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ഓരോ കുഞ്ഞു പടികയാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ. സോ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ യുവർ ക്വാറന്റൈൻ ടീച്ചർ വെബ്സൈറ്റ് അതുപോലെ ആപ്പിനകത്ത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സസ് കയറി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ക്ലാസ്സസിൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ കാര്യത്തിൻ്റെ പെൻഡിങ് കൂടെ മാത്രമേ ഉള്ളൂ, മോക്ക് ടെസ്റ്റ്. ആ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാമല്ലോ, അത് ഇച്ചിരി പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
ആ പേടിപ്പിക്കുന്ന കാര്യം തന്നെ നമ്മൾ ആദ്യം ചെയ്യുകയാണ്. സോ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണോ എങ്കിൽ മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴത്തേനും ഒരു ടെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷെ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്സുകൾ, നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു പോർഷൻ അറിയില്ല. അപ്പോൾ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മിയോസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നമ്മുടെ DNA ഡബിൾ ആകുന്നത്, ക്രോമസോം നമ്പർ സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എസ് ഫേസ് എന്നുള്ളത് വന്നിട്ടുണ്ടാവില്ല, അറിയുണ്ടാവില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ എനിക്ക് ആ പോർഷൻസ് ക്ലിയർ ആയിട്ടില്ല, അപ്പോൾ ഞാൻ അതൊന്നുകൂടെ വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. സെൻട്രിയോൾ ഡിവിഷൻ ഏതോ ഒരു സെല്ലിൽ മാത്രമേ നടക്കത്തുള്ളൂ, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അക്സസറി പിഗ്മെന്റ്സ് ഏതാണെന്നുള്ളത് നോക്കി, അതുള്ളത് ഇപ്പോൾ ഏതാണെന്ന് എനിക്ക് സംശയം വന്നു, അപ്പോൾ അതെനിക്ക് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അക്സസറി പിഗ്മെന്റ്സിന്റെ ഫങ്ഷൻസ് എന്തായിരിക്കും? ഞാൻ ഇപ്പോൾ ചുമ്മാ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കിട്ടി? അക്സസറി പിഗ്മെന്റ്സിന്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എത്ര പേർക്ക് ആൻസർ കിട്ടി? അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എവിടെയൊക്കെ വേണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അതിന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു 2-3 മണിക്കൂർ നമ്മൾ വേറെ ഒരിടത്തും പോകുന്നില്ല. ആ ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടുള്ളൂ. അതിൽ തന്നെ നമ്മൾ വീക്ക് ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അത് അന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കൊണ്ട് തന്നെ, അതിപ്പോൾ നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് വീക്കിലി എക്സാം നടത്തുന്നുണ്ടാവും. ആ ഒരു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ ഇരുന്ന് ഒരു 1/2 മണിക്കൂറെങ്കിലും അതിന് സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങളത് വായിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ NCERT നോക്കിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരുടെടുത്തും ഡൗട്ട്സ് ആയിട്ടെങ്കിലും നമ്മുടെ മാഷിമാരെടുത്തോ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചത് ക്ലിയർ ചെയ്തിട്ടുണ്ടാകണം. സോ ഞാൻ പറയട്ടെ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ വളരെ പ്രയാസമാണ്. നമുക്കത് പറ്റൂല എന്ന് വരെ തോന്നിപ്പോവും. പക്ഷെ വൺസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊന്ന് എടുത്തു വയ്ക്കുവാണെങ്കിൽ ആ ഒരു മൊമെൻറ്റം ഉണ്ട്, ആ ഒരു മൊമെൻറ്റം നമ്മൾ കിട്ടും. പയ്യെ നമ്മൾ ട്രാക്കിലാവും. ഇപ്പോൾ ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിൽ പറയണം, ആ കുട്ടിക്ക് ഇപ്പോൾ 3 മണിക്കൂർ തന്നെ പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: രാവിലെ എഴുന്നേൽക്കുക. അത് ഫിക്സ് ആയിട്ട് വെക്കുക, എഴുന്നേൽക്കേണ്ട ടൈം. എഴുന്നേറ്റതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ പഠിക്കാനായിട്ട് പോകും. വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നേരെ പഠിക്കാനായിട്ട് പോകുന്ന ഒരു 1 അവർ നമ്മൾ ഇരുന്നങ്ങോട്ട് പഠിക്കുകയാണ്. ഞാൻ കൂടുതലും എൻ്റെ ക്ലാസ് കാണാനാണ് ഞാൻ പറയാറുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം, പക്ഷെ ഞാൻ പറയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് കാണുമ്പോഴത്തേക്കും നമുക്കൊരു എനർജി ലെവൽ ഒന്ന് റേസ് ചെയ്യും. ആ റേസ് ചെയ്ത എനർജി ലെവൽ നമുക്ക് ആ ഒരു ഡേ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്കൊരു പോസിറ്റീവ് സംഭവം നമ്മുടെ ലൈഫിൽ രാവിലെ തന്നെ എത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആ ഡേ നന്നായിട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഡ്വൈസ് തരുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് മോട്ടിവേഷൻ നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് നമ്മളൊരു 1 അവർ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്തൊരു ബ്രേക്ക് തന്നെ എടുക്കത്തുള്ളൂ. സോ നമുക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം ഒരു 3 to 4 hours മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി അവേഴ്സ് എത്രയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 3 മണിക്കൂറേ പറ്റിയുള്ളൂ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നാളത്തെ ദിവസം കൗണ്ട് ചെയ്യുക. നാളെ ചിലപ്പോൾ നമുക്ക് 3.5 മണിക്കൂർ പഠിക്കാൻ പറ്റിയെന്ന് വരും. അതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ, 3.5 മണിക്കൂർ പറ്റി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നൽ വരും, മറ്റൊന്ന് എനിക്കതൊരു 4 മണിക്കൂർ ആക്കണം. അങ്ങനെയുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു തോന്നൽ നമ്മളിത് കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്ക് ഉണ്ടാകരുത്. വൺസ് നമ്മളിപ്പോൾ ഇന്ന് 3 മണിക്കൂർ പഠിച്ചു, നാളെ 4 മണിക്കൂറാക്കി, മറ്റന്നാൾ വന്നിട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആയി. അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെ ആകാതിരിക്കണം. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സംഭവം. ഇത്രയും നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് ഇന്നറിയാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ നോക്കാം. നിങ്ങൾക്ക് എത്ര പേര് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ റെഡിയാണ്? നിങ്ങൾ ഇനി കംപ്ലീറ്റ് 2025 വരെ നിങ്ങൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു സ്കെഡ്യൂളിൽ പോകാൻ റെഡിയാണെന്നുള്ളവർ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ബേസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കുക എന്നുള്ളതാണ്. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിന് കൂടുതൽ വീഡിയോസുകൾക്കായിട്ട് ഇനിയും ഞാൻ എന്തായിരുന്നാലും വരും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.